ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ലിങ്ക് ലിസ്റ്റിലെ ഇൻസേർഷൻ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്ങിലായിരുന്നു. ഇൻസേർഷൻ ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നത് ഒരു ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡായിട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിൽ തന്നെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് നമ്മളെ ലിസ്റ്റ് എംപ്റ്റി ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിഗിനിങ്ങിൽ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ലിസ്റ്റ് എംപ്റ്റി ആണ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നമുക്കൊരു പോയിൻ്റർ ഉണ്ട്. ആ പോയിൻ്ററാണ് ഹെഡ് പോയിൻ്റർ ആണല്ലോ. ഹെഡ് പോയിൻ്ററുള്ള വാല്യൂ എന്താവണം? നള്ളാണെങ്കിൽ ലിസ്റ്റ് എംപ്റ്റി ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോഡായിട്ട് നമുക്കൊരു നോഡ് ഉണ്ടെന്ന് വെച്ചോ. നോഡുള്ള വാല്യൂ 10 ആണെങ്കിൽ നമുക്കെങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് കണ്ടീഷനായിട്ട്, അതായത് രണ്ട് കണ്ടീഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ ലിസ്റ്റ് എന്തായിരുന്നു? എംപ്റ്റി ആയിരുന്നു. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞത് എന്തല്ല? ലിസ്റ്റ് എംപ്റ്റി അല്ല. ലിസ്റ്റ് എംപ്റ്റി അല്ല എന്ന് മീൻസ് ലിസ്റ്റ് ഇസ് നോട്ട് എംപ്റ്റി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ സെയിം ഹെഡ് പോയിൻ്റർ ഉണ്ട്. ഹെഡ് പോയിൻ്റർ പോയിൻ്റ് ചെയ്തേക്കുന്നത് ഒരു ലിസ്റ്റിലേക്കായിരിക്കും. ലിസ്റ്റിൽ എംപ്റ്റി അല്ല മീൻസ് ഏതൊക്കെയോ നോഡ്സ് ലിസ്റ്റിൽ എന്തുണ്ടായിരിക്കും? എക്സിസ്റ്റിംഗ് ആയിട്ടും. സപ്പോസ് നമുക്ക് ഇങ്ങനെ രണ്ട് നോഡ് ഉണ്ടെന്ന് വെച്ചോ. അതിൽ വാല്യൂ സപ്പോസ് 20 30 ആണെന്ന് വെച്ചോ. അപ്പോൾ എന്താണ് ഈ നോഡിൻ്റെ ഹെഡിൽ എന്താ ഉണ്ടാകുന്നത്? ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് 1000 ഈ നോഡിൻ്റെ അഡ്രസ്സ് 2000 ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 1000 എന്നുള്ള വാല്യൂ ഇവിടെ ഉണ്ടായിരിക്കും? അഡ്രസ് വാല്യൂ ഹെഡ് പോയിൻ്റിൽ ഉണ്ടായിരിക്കും. 2000 എന്നുള്ള വാല്യൂ ഈ ഫസ്റ്റ് നോഡിന് നെക്സ്റ്റ് ഫീൽഡ് ഉണ്ടായിരിക്കും ആണല്ലോ. അതായത് ഇവിടെ 2000 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അതേപോലെ ലാസ്റ്റ് നോഡിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നള്ളായിരിക്കും. ഇനി സെക്കൻഡ് കണ്ടീഷനിൽ ഇങ്ങനെ ഒരു നോഡ് എക്സിസ്റ്റിംഗ് ആണ് മീൻസ് ലിസ്റ്റ് നോട്ട് എംപ്റ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ബിഗിനിങ്ങിൽ ഇവിടെ ഒരു 5 എന്നുള്ളൊരു വാല്യൂ ഉള്ള നോഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് കണ്ടീഷനായിട്ട്. ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അൽഗോരിതം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ സി ഇംപ്ലിമെൻറ്റേഷനും ഡിസ്കസ് ചെയ്തു. ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസേർഷൻ അറ്റ് എൻഡ് ഓഫ് ദി ലിസ്റ്റ്. ലിസ്റ്റിൻ്റെ എൻഡിൽ നമുക്കെങ്ങനെ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആണല്ലോ. ഒരു നോഡിനെ ലിസ്റ്റിൻ്റെ എൻഡിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ കണ്ടീഷൻസും എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടാവും? ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡ് പോയിൻ്ററിൻ്റെ വാല്യൂ ഒന്നുകിൽ എന്താവാം? നള്ളാവാം. ഓക്കെ, ഹെഡ് പോയിൻ്റർ വാല്യൂ നള്ളാണെങ്കിൽ അതിൻ്റെ മീനിങ് ലിസ്റ്റ് എന്താണ്? എംപ്റ്റി ആണ്. ലിസ്റ്റ് എംപ്റ്റി ആണ്. ഹെഡ് എപ്പോഴും പോയിൻ്റ് ചെയ്തേക്കുന്ന ഒരു ലിസ്റ്റിൽ ഫസ്റ്റ് നോഡിലേക്കായിരിക്കും. സപ്പോസ് അതിലൊരു 10 നോഡ്സ് ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് നോഡിലേക്കായിരിക്കും ഹെഡ് പോയിൻ്റർ പോയിൻ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹെഡ് പോയിൻ്റർ നള്ളാണ്. അതിൻ്റെ മീനിങ് ലിസ്റ്റ് എംപ്റ്റി ആണ്. ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിസ്റ്റിൻ്റെ എൻഡിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞതെങ്കിലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡായിട്ടായിരിക്കും വരുന്നത്? നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ന്യൂ നോഡ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പോൾ അതിനുള്ള പ്രൊസീജിയർ നമുക്ക് അറിയണം. അതേപോലെ തന്നെ ലിസ്റ്റ് നോട്ട് എംപ്റ്റി ആവുന്ന സമയത്ത്, ലിസ്റ്റ് നോട്ട് എംപ്റ്റി പറഞ്ഞാൽ ഹെഡ് പോയിൻ്റർ നള്ളല്ലാത്ത കേസ്. അതായത് ഹെഡ് പോയിൻ്റർ എന്തെങ്കിലും ഒരു അഡ്രസ് വാല്യൂ ഉണ്ടെങ്കിൽ അത് പോയിൻ്റ് ചെയ്തേക്കുന്ന ഫസ്റ്റ് നോഡിലേക്കായിരിക്കും. അപ്പോൾ ആ ലിസ്റ്റിൽ 10 20 30 നോഡുകൾ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നോഡായിട്ട്, ആ ലിസ്റ്റിലെ അവസാനത്തെ നോഡായിട്ട് നമ്മൾ എന്തെങ്ങനെയാണ് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൽഗോരിതം നോക്കാം. ആദ്യം അൽഗോരിതത്തിൽ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് 1, ഈ സ്റ്റെപ്പ് 1 വേണ്ട കേട്ടോ, അത് അവിടെ നിന്ന് കോപ്പി ചെയ്ത സമയത്ത് അറിയാതെ വന്നതാണ്. സ്റ്റെപ്പ് 1 എന്താ പറഞ്ഞേക്കുന്നത്? ക്രിയേറ്റ് എ ന്യൂ നോഡ് വിത്ത് ഗിവൻ വാല്യൂ ആൻഡ് സെറ്റ് ന്യൂ നോഡ് നെക്സ്റ്റ് ആസ് നൾ.
അപ്പോൾ എന്താ പറഞ്ഞത്, ക്രിയേറ്റ് എ ന്യൂ നോഡ്. അതാദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഒരു വേർഡ് ക്രിയേറ്റ് എ ന്യൂ നോഡ്. അപ്പോൾ ന്യൂ നോഡ് എന്നുള്ളൊരു പോയിൻ്റർ നമ്മൾ ഉണ്ട്. എന്താണ് ന്യൂ നോഡ് എന്നുള്ളൊരു പോയിൻ്റർ ഉണ്ട്. ആ പോയിൻ്റർ പോയിൻ്റ് ചെയ്തേക്കുന്നത് എങ്ങോട്ടായിരിക്കും, നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന നോഡിലേക്കാണ്. അപ്പോൾ ഒരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പോയിൻ്ററാണ് ന്യൂ നോഡ് എന്നുള്ളത്. ആ പോയിൻ്ററിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ നമ്മൾ ഗിവൺ വാല്യൂ, നമുക്ക് ഏത് വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന നോഡിന് വേണ്ടത്, ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. സപ്പോസ് 30 ആണെന്ന് വെച്ചു. അതുപോലെ തന്നെ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ്, അതാണ് ന്യൂ നോഡ്, അതിൻ്റെ നെക്സ്റ്റ് ഫീൽഡ്, അതായത് ഈ ഫീൽഡ് നമ്മൾ എന്തായി സെറ്റ് ചെയ്യണം, നള്ളായിട്ട് സെറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ന്യൂ നോഡിൻ്റെ നൾ ഫീൽഡ്, നോഡിന് നെക്സ്റ്റ് ഫീൽഡ് നള്ളായി സെറ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും, നമ്മളിത് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്, ലാസ്റ്റിലാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും, നള്ളായിരിക്കും. അപ്പോൾ ഒരു പുതിയ നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ പുതിയ നോഡിലേക്കുള്ള പോയിൻ്ററാണ് ന്യൂ നോഡ്, അതിൻ്റെ വാല്യൂ ആണ് 30, അതിൻ്റെ നെക്സ്റ്റ് ഫീൽഡ് വാല്യൂ ആണ് നൾ. അപ്പം നമുക്ക് ഇത്രയായി മാറി. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റെപ്പിൽ സംഭവിച്ചേക്കുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കിയേ, ചെക്ക് വെദർ ദ ലിസ്റ്റ് ഈസ് എംപ്റ്റി. ലിസ്റ്റ് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സപ്പോസ് ലിസ്റ്റ് എംപ്റ്റി ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഒരു ഹെഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ന്യൂ നോഡ് ഉണ്ടായിരുന്നു, ന്യൂ നോഡ് പോയിൻ്റ് ഉണ്ടായിരുന്നു, അതേപോലെ ഹെഡ് നോഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ വാല്യൂ എന്താണ്, നള്ളാണ് ആണല്ലോ. അപ്പോൾ നള്ളാണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ലിസ്റ്റ് എംപ്റ്റിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, ഈ ഹെഡ് നോഡിനെ എങ്ങോട്ട് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക, ഇവിടേക്ക് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ന്യൂ നോഡിൽ ഓൾറെഡി ഈ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്. സപ്പോസ് ഈ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് 3000 ആണെന്ന് വെച്ചോ. ഇതെവിടെ ഉണ്ട്, ന്യൂ നോഡ് ഉണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി, ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നോക്കി സ്റ്റെപ്പ് 3 എന്താ പറഞ്ഞേക്കുന്നത്, ഇഫ് ഇറ്റ് ഈസ് എംപ്റ്റി ദെൻ സെറ്റ് ഹെഡ് നോഡ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. ഹെഡ് നോഡ് എന്തായിട്ടാണ്, ഹെഡ് നോഡ് ഈക്വൽ ടു ന്യൂ നോഡായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ന്യൂ നോഡിൽ എന്താ അഡ്രസ്സ് ഉള്ളത്, 3000. അപ്പോൾ ഒരു ലിങ്ക് ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏത് കണ്ടീഷനിൽ, ലിസ്റ്റ് എംപ്റ്റി ആവുന്ന കണ്ടീഷനിലാണ് ഇപ്പം ഇൻസേർഷൻ സംഭവിച്ചേക്കുന്നത്. ലാസ്റ്റ് നോഡായിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തെങ്കിലും ആക്ച്വലി ഇതെന്താണ്, നമ്മളെ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡായിട്ടാണ് വന്നേക്കുന്നത്. എന്തുകൊണ്ടാണ്, ലിസ്റ്റ് എംപ്റ്റി ആണ്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. ഇനി ലിസ്റ്റ് നോട്ട് എംപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് നോഡിൽ എന്തൊരു വാല്യൂ ഉണ്ട്. വാല്യൂ ഉണ്ട് മനസ്സിൽ എന്താണ്, ഒരു നോഡിൻ്റെ അഡ്രസ്സാണുള്ളത് ആണല്ലോ. സപ്പോസ് നമുക്ക് ഒരു നോഡുണ്ട്, അതിൻ്റെ വാല്യൂ 10ഉം അതിൻ്റെ അഡ്രസ് ഫീൽഡ് വാല്യൂ 1000 ആണെന്ന് വെച്ചോ. അപ്പോൾ 1000 എന്നുള്ള വാല്യൂ ഇവിടെ ഉണ്ട്. ദെൻ അടുത്ത നോഡ് കൊണ്ട് വെച്ചോ, നെക്സ്റ്റ് നോഡ് വാല്യൂ 20 ആണ്, അതിൻ്റെ അഡ്രസ് 2000 ആണെന്ന് വെച്ചോ. അപ്പോൾ 2000 എവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. നമ്മൾ അതായത് ഇങ്ങോട്ടൊരു ലിങ്ക് വന്നു. ഇത് ലാസ്റ്റ് നോഡാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, നള്ളായിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ദാറ്റ് ലിസ്റ്റ് കണ്ടെയ്ൻസ് 2 നോഡ്സ്. ഫസ്റ്റ് നോഡ് വാല്യൂ is 10 and second node value is 20. Then head pointer points to first node of the list. So it holds the value and the 1000 which is the address of first node. Okay, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനി നമ്മളെന്താണ്, ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ക്രിയേറ്റ് നോഡ് എന്നുള്ള ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ നമ്മൾ എന്താണ് വാല്യൂ ആക്ച്വലി 30 ആണെന്ന് വെച്ചു. 30 ആണ്. അതേപോലെ ആ ന്യൂ നോഡ് അതിൻ്റെ പോയിൻ്റർ എന്താണ്, ന്യൂ നോഡ് എന്നാണ്. ന്യൂ നോഡ് അപ്പോൾ ഇങ്ങനെ ഒരു പോയിൻ്റർ ഉണ്ട്.
അതിലെന്താണ് ഈ 30 ആ പോയിൻ്റിൻ്റെ ന്യൂ നോഡ് നെക്സ്റ്റ് വാല്യൂ എന്താണ് നള്ളായി സെറ്റ് ചെയ്ത്, അതായത് ഇത് നള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇതിൻ്റെ അഡ്രസ്സ് ഒരു 3000 ആണെന്ന് വെച്ചോ. അപ്പോൾ ആ വാല്യൂ ഇവിടെ ഉണ്ട് 3000 എന്നുള്ളത് ആണല്ലോ. ഓക്കെ, ഇത് ലിസ്റ്റായിട്ട് എന്തെല്ലാം അറ്റാച്ച് ചെയ്തിട്ടില്ല. മീൻസ് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിലേക്കുള്ള വാല്യൂ 30 ആയിട്ട് സെറ്റ് ചെയ്തു, അതിൻ്റെ നെക്സ്റ്റ് വാല്യൂ നള്ളായി സെറ്റ് ചെയ്തു. അതിൻ്റെ പോയിൻ്റർ എന്താണ് ന്യൂ നോഡ് എന്നുള്ളതാണ് അതിലേക്കുള്ള പോയിൻ്റർ ആണല്ലോ. അപ്പോൾ ആ ന്യൂ നോഡിൽ ആ നോഡിൻ്റെ അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻസ്. നമുക്ക് എക്സിസ്റ്റിംഗ് ലിസ്റ്റും ഉണ്ട്, ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എക്സിസ്റ്റിംഗ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡായിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യണം. ഈ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ലിസ്റ്റ് നോട്ട് എംപ്റ്റി ആണെങ്കിൽ ഡിഫൈൻ എ പോയിൻ്റർ ടെംപ് ആൻഡ് ഇനീഷ്യലൈസ് വിത്ത് ഹെഡ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഒരു പുതിയ ഒരു പോയിൻ്റർ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ പേരാണ് ടെംപ് എന്നുള്ളതാണ്. എന്നതിന് ശേഷം നമ്മൾ അതെന്തായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്? ഹെഡിൻ്റെ വാല്യൂ ആയിട്ട്. ഹെഡിൻ്റെ വാല്യൂ എന്താണ്? 1000 ആയിട്ട് സെറ്റ് ചെയ്തു. സോ ഈ ടെംപ് പോയിൻ്റ് ടു ഫസ്റ്റ് നോഡ്. ബട്ട് ഹെഡും ടെമ്പും ഇപ്പോൾ ഫസ്റ്റ് നോഡിലേക്കാണ് പോയിൻ്റ് ചെയ്തേക്കുന്നത്. എന്നതിന് ശേഷം ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? കീപ് മൂവിങ് ദ ടെംപ് ടു നെക്സ്റ്റ് നോഡ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ ലാസ്റ്റ് നോഡ് ഇൻ ദി ലിസ്റ്റ്. ടെമ്പിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏതുവരെ? ലാസ്റ്റ് നോഡ് കിട്ടുന്നവരെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടെമ്പ് അടുത്ത നോഡിലേക്ക് പോകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ടെമ്പ് അടുത്ത നോഡിലേക്ക് എത്തണം. ഇപ്പം ടെമ്പിൻ്റെ വാല്യൂ എന്താണ്? 1000. അത് 2000 ആവണം. അപ്പം ടെമ്പ് നെക്സ്റ്റ് ഫീൽഡ് ഏതാണ്? ടെമ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പിലെ വാല്യൂ 1000 ആണ്. അപ്പോൾ ഈ നോഡിലേക്കാണ് പോയിൻ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ഫീൽഡ് പറഞ്ഞാൽ ദിസ് വൺ ആണല്ലോ. ഇതാണ് ടെമ്പ് നെക്സ്റ്റ് ഫീൽഡ്. ഇതിൻ്റെ വാല്യൂ ആക്ച്വലി 2000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളിങ്ങനൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചു. ടെമ്പ് നെക്സ്റ്റ് എന്താണ്? ടെമ്പ് നെക്സ്റ്റിലെ വാല്യൂ എന്തായിരിക്കും? ടെമ്പ് നെക്സ്റ്റിലെ വാല്യൂ ഇപ്പം എന്തായിരിക്കും? 2000 ആയിരിക്കും ആണല്ലോ. അതായത് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടെമ്പ് നെക്സ്റ്റിലെ വാല്യൂ എന്താണ്? 2000. അത് എവിടേക്ക് സേവ് ചെയ്യും? ടെമ്പിലേക്ക് സേവ് ചെയ്യും. സോ ടെമ്പിലെ വാല്യൂ എന്തായി മാറും? 2000 ആയി മാറും. അപ്പോൾ ടെമ്പ് ഈസിക്കൽ ടെമ്പ് നെക്സ്റ്റ് എന്നുള്ളൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത നോഡിലേക്ക് പോയിൻ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്താണ്? ഈ 1000 എന്നുള്ളത് 2000 ആയി മാറുക. അപ്പോൾ എങ്ങോട്ടാണ് ഈ പോയിൻ്റ് ചെയ്യുന്നത്? ഇവിടേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത് ആണല്ലോ. സപ്പോസ് ഇനി അടുത്ത ഒരു നോഡും കൂടി ഉണ്ടെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എഗെയിൻ എന്ത് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുക? ഈ ടെമ്പ് ഈസിക്കൽ ടെമ്പ് നെക്സ്റ്റ് എന്നുള്ളൊരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? ടെമ്പിനെ നമുക്ക് അങ്ങനെ എന്താണ് നെക്സ്റ്റ് നോഡിലേക്ക് ചേഞ്ച് ചെയ്ത് പോകാൻ പറ്റും. ഇത് ഏതുവരെ അങ്ങനെ ചെയ്യണം? ടെമ്പ് നെക്സ്റ്റിൻ്റെ വാല്യൂ എന്താവണം? നള്ളാവുന്ന വരെ. എന്താ ടെമ്പ് നെക്സ്റ്റിൻ്റെ വാല്യൂ നള്ളാവുക മീൻസ്? ടെമ്പ് നെക്സ്റ്റിൻ്റെ വാല്യൂ നള്ളാവുക മീൻസ് നമ്മൾ ലാസ്റ്റ് നോഡിലെത്തിയെന്നാണ് മീൻസ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇവിടെ 2000-ലെത്തി. അതായത് ഈ നോഡിലേക്കാണ് നമ്മൾ പോയിൻ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ടെമ്പ് നെക്സ്റ്റ് അതായത് ഈ വാല്യൂ ഇപ്പോൾ എന്താണ്? നള്ളാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇപ്പോൾ ടെമ്പ് പോയിൻ്റ് ചെയ്തേക്കുന്നത് ലാസ്റ്റ് നോഡിലേക്കാണ്. എന്താണ്? ടെമ്പ് പോയിൻ്റ് ചെയ്തേക്കുന്നത് ലാസ്റ്റ് നോഡിലേക്കാണ് ആണല്ലോ. അപ്പം ടെമ്പിൽ ഇപ്പം ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്, അതായത് 2000. അപ്പോൾ ഹെഡിൽ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്. ഇപ്പോൾ ടെമ്പിൽ എന്താണ്? ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്. അതേപോലെ ന്യൂ നോഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നോഡിൻ്റെ അഡ്രസ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ടെമ്പ് എന്നുള്ള ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. അത് ഹെഡായിട്ട് ആദ്യം ഇനീഷ്യലൈസ് ചെയ്തു. അതിനെ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് വരെ എത്തിച്ചു. ഓക്കെ, ലാസ്റ്റ് നോഡിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിസ്റ്റിലെ ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സിലേക്ക് ടെമ്പ് പോയിൻ്റ് ചെയ്തു. ദെൻ സിക്സ്ത് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയേ? ടെമ്പ് നെക്സ്റ്റ് ഈസിക്കൽ ടു ന്യൂ നോഡ്. ടെമ്പിൻ്റെ നെക്സ്റ്റ് ഫീൽഡ്, അതായത് ഈ നൾ ഫീൽഡ്, അതായത് ടെമ്പ് നെക്സ്റ്റിനെ എന്തായിട്ട് സെറ്റ് ചെയ്തു? ന്യൂ നോഡിൻ്റെ അഡ്രസ്സായിട്ട് സെറ്റ് ചെയ്തു. അതായത് ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യുന്നു? 3000. ഇവിടെ 3000 വന്നു. ഇവിടെ 3000 വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോയിൻ്റ് ചെയ്തു? ഇതാ നമ്മളെ ന്യൂ നോഡിലേക്ക് പോയിൻ്റ് ചെയ്തു ആണല്ലോ. അപ്പോൾ ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്തു എന്ന് പറയും. നമ്മൾ ഈ ഒരു സ്റ്റെപ്പോട് കൂടി ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്തു.
നോക്കിയേ കറക്റ്റാണോ നോക്കിയേ, ഹെഡ് പോയിൻ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് നോഡിലേക്ക്. സോ 1000 ആയിരുന്നു വാല്യൂ. അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ വാല്യൂ എന്താണ് 10. അതിന് അഡ്രസ് വാല്യൂ എന്താണ് 2000. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് എത്തി. 2000ൻ്റെ എന്നുള്ള നോഡിലെ വാല്യൂ 20. അപ്പോൾ 2000ൻ്റെ നെക്സ്റ്റ് ഫീൽഡിൽ എന്താണ് 3000 എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ നോഡിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഇവിടേക്ക് എത്തി. അതിൻ്റെ വാല്യൂ 30 ആണ്. അതേപോലെ തന്നെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തില്ല, ആ നോഡിൻ്റെ അഡ്രസ്സ് നെക്സ്റ്റ് ഫീൽഡ് എന്താണ് അഡ്രസ്സ് എന്തായി സെറ്റ് ചെയ്തിട്ടുണ്ട്, നള്ളായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് ലിസ്റ്റായി മാറി. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസേർഷൻ അറ്റ് എൻഡിൽ നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൂടി പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആകെ 6 സ്റ്റെപ്സേ ഉള്ളൂ. നിങ്ങളത് പഠിച്ചാൽ മതി. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെങ്തി ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മുടെ പ്രൊസീജിയർ നെയിം എന്താണ്, ഇൻസേർഷൻ അറ്റ് എൻഡ്. നമ്മൾ വാല്യൂ കൊടുത്തു. നമ്മൾ കൊടുത്തേക്കുന്ന ഇപ്പോഴത്തെ കണ്ടീഷനിലെ വാല്യൂ എന്താണ് 30 എന്നാണ്, ആണല്ലോ. ഓക്കെ, അപ്പോൾ വാല്യൂ 30 ആയിട്ടുള്ള നോഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ലിസ്റ്റിൻ്റെ എൻഡിൽ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, നമ്മളൊരു പുതിയ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു, ന്യൂ നോഡ് എന്നുള്ള പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. ആ ന്യൂ നോഡിലേക്ക് നമ്മളൊരു പുതിയ MLO ഫംഗ്ഷൻ എന്നാണ് ഡൈനാമിക്, അതായത് റൺ ടൈമിൽ നമ്മളൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് MLOക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യും, സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. ഒരു നോഡിന് എത്രയാണോ സൈസ് വേണ്ടത്. സപ്പോസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നോഡിൽ ഒരു ഇൻറ്റീജർ ഡാറ്റയാണ് സേവ് ചെയ്തേക്കുന്നത്. സോ 2 ബൈറ്റ്. പിന്നെ അടുത്തത് ഫീൽഡിൽ അഡ്രസ്സാണ് സേവ് ചെയ്യുന്നത്. സപ്പോസ് അഡ്രസ്സിന് ഒരു 2 ബൈറ്റ് ഉണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് 4 ബൈറ്റ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടണം, ആണല്ലോ. അപ്പോൾ സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ്, ഫോർ എക്സാമ്പിൾ സൈസ് ഓഫ് ഇൻഡ് എന്നുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അതിൻ്റെ സൈസ് ആയിരിക്കും 2 ബൈറ്റ് ആയിരിക്കും. സൈസ് ഓഫ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡാറ്റ ടൈപ്പിന് എത്രയാണോ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഇത് ഇത്രയേ ഉള്ളൂ. സൈസ് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്, ആ നോഡിന് എത്ര മെമ്മറി ആവശ്യമുണ്ടോ അത് റിട്ടേൺ ചെയ്യും, ആണല്ലോ. അപ്പോൾ സപ്പോസ് ഇവിടെ 4 ബൈറ്റ്സാണ് ആവശ്യമെങ്കിൽ ആ 4 ബൈറ്റ് ഏത് ഫംഗ്ഷനിൽ അലോക്കേറ്റ് ചെയ്ത് വെക്കും, MLO ഫംഗ്ഷൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. സോ നമ്മുടെ മെമ്മറിയിൽ ഒരു 4 ബൈറ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടി ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതോടുകൂടി. ദെൻ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും, സ്ട്രക്ട് നോഡായിരിക്കും. അതായത് റിട്ടേൺ ചെയ്യുന്നത് ഒരു അഡ്രസ്സാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് ഈ 4 ബൈറ്റിൻ്റെ ഫസ്റ്റ് അഡ്രസ്സ് ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. അത് എവിടേക്കാണ് സേവ് ചെയ്തത്, ന്യൂ നോഡിലേക്കാണ് സേവ് ചെയ്തത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്നത്. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ വാല്യൂ 30 ആയിട്ട് സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ അഡ്രസ്സ് എവിടെയാണ് സേവ് ചെയ്തേക്കുന്നത്, ന്യൂ നോഡ് എന്നുള്ളതിലേക്കുന്ന പോയിന്റിലാണ്. ഇതിൻ്റെ അഡ്രസ്സ് സപ്പോസ് 3000 ആണെങ്കിൽ ഇതോടെ 3000 അഡ്രസ്സ് സേവ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, ഇത് റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ ഈ 4 ബൈറ്റിൻ്റെ അഡ്രസ്സാണ് റിട്ടേൺ ചെയ്യുന്നത്. അതാണ് ഈ ന്യൂ നോഡിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണെന്ന് മനസ്സിലാക്കുക. മെമ്മറി ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക, ഏറ്റവും സിമ്പിളായിട്ട്. സോ ഇനി എന്താ നമ്മൾ ചെയ്തേക്കുന്നത്, ന്യൂ നോഡ് ഡാറ്റ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ന്യൂ നോഡിൻ്റെ ഡാറ്റ വാല്യൂ എന്തായി സെറ്റ് ചെയ്തു, 30 ആയിട്ട് സെറ്റ് ചെയ്തു. അതേപോലെ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് വാല്യൂ എന്തായി സെറ്റ് ചെയ്തു, നള്ളായിട്ട് സെറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വാല്യൂയും നെക്സ്റ്റ് ഫീൽഡും സെറ്റ് ചെയ്തു. വാല്യൂ ഫീൽഡും നെക്സ്റ്റ് ഫീൽഡും ഡാറ്റ ഫീൽഡും നെക്സ്റ്റ് ഫീൽഡും സെറ്റ് ചെയ്തു. ദെൻ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, ലിസ്റ്റ് എംപ്റ്റി ആണോ എന്നുള്ളത്. എന്ത് കണ്ടീഷനാണ്, എംപ്റ്റി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ. എംപ്റ്റി ആണെങ്കിൽ ജസ്റ്റ് ആ ഹെഡിലേക്ക് നമ്മൾ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്താൽ മതി. ന്യൂ നോഡ് ഈസിക്കൽ ടു ഹെഡ് ഈസിക്കൽ ടു ന്യൂ നോഡ് എന്ന് പറഞ്ഞാൽ മതി. ഹെഡ് ഈസിക്കൽ ടു ന്യൂ നോഡ് ആണല്ലോ. അതോട് കൂടിയിട്ട് നമ്മൾ ഹെഡിലെ വാല്യൂ എന്തായി മാറും, ഇതിൻ്റെ അഡ്രസ്സായി മാറും. ഇതിൻ്റെ അഡ്രസ്സ് സപ്പോസ് 3000 ആണെങ്കിൽ 3000 ആയി മാറും. എന്തുകൊണ്ടാണ്, ഓൾറെഡി ഈ 3000 എന്നുള്ള വാല്യൂ എവിടെയാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്, ന്യൂ നോഡിലാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ന്യൂ നോഡിൽ എന്തുണ്ടായിരിക്കും, 3000 ഉണ്ടായിരിക്കും. അത് എവിടേക്ക് കോപ്പി ചെയ്യും, ഹെഡിലേക്ക് കോപ്പി ചെയ്യും. സോ ഹെഡ് പോയിൻ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് നോഡിലേക്കാണ്, അതായത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന നോഡിലേക്കാണ്, അതായത് വാല്യൂ 30 ആയേക്കുന്ന നോഡിലേക്ക്. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് ലിസ്റ്റ് എംപ്റ്റി ആവുന്ന കണ്ടീഷനിൽ ഇതേപോലെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതല്ല ഇനി ലിസ്റ്റ് നോട്ട് എംപ്റ്റി ആവുന്ന കേസിൽ അപ്പോൾ ഉള്ള സ്റ്റെപ്സാണിത്. സ്ട്രക്ട് നോഡ് സ്റ്റാർ ടെമ്പ്. അപ്പോൾ ടെമ്പ് എന്നുള്ളൊരു ഹെഡ് നോഡ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ
ടെമ്പ് എന്നുള്ളൊരു പോയിൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഹെഡിലെ വാല്യൂ എന്താണ് 1000 ആണെന്ന് വെക്കുക. അപ്പോൾ അത് ഒരു നോഡിലേക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. 1000 എന്നാണ് അതിൻ്റെ വാല്യൂ. സപ്പോസ് വാല്യൂ 10ഉം സോ ഇവിടെ ഒരു നോഡും കൂടി ഉണ്ട്. അതിൻ്റെ വാല്യൂ 20,000 ആണ്, 2000 ആണ്. 2000 എന്നുള്ള വാല്യൂ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ വാല്യൂ 20 ആണ്, അങ്ങോട്ടുണ്ട്. ഇത് നല്ലാണെന്ന് വെച്ചോ. പിന്നെ നമ്മളെന്താണ് ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് 30 ആണ് വാല്യൂ. ഇത് നല്ലായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂ നോഡുണ്ട്, ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 3000 ആണ്. ഇവിടെ 3000 ഇട്ട് ഇത് കൂടേക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ ഉള്ളത്. ഓക്കെ, നമ്മളെന്താ ചെയ്യുന്നത്? ടെമ്പ് ഈസിക്കൽ ടു ഹെഡായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ടെമ്പ് എന്നുള്ള പോയിൻറ്റിൻ്റെ വാല്യൂ എന്താണ്? ഹെഡ് എന്നുള്ള പോയിൻറ്റിൻ്റെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തു. സോ 1000 ഇവിടെ വന്നു. അപ്പോൾ ഇത് രണ്ടും ഇപ്പം പോയിൻ്റ് ചെയ്തേക്കുന്നത് ഇവിടേക്കാണ്. ദെൻ ഇനി നോക്കുന്നത് ടെമ്പ് നെസ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. ടെമ്പ് നെസ്റ്റ് ഇതാണ് ടെമ്പ്, അതിന് നെക്സ്റ്റ് ഫീൽഡ് 2000. അത് എം ടി ആണോ നോക്കി? അല്ല, ഈ കേസിൽ എം ടി അല്ല, ഇവിടെ 2000 എന്നുള്ള വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്? ടെമ്പ് ഈസിക്കൽ ടെമ്പ് നെസ്റ്റ് എന്ന് പറഞ്ഞത്. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെസ്റ്റ് എന്ന് പറഞ്ഞത്. ടെമ്പ് നെസ്റ്റിൻ്റെ വാല്യൂ എന്താണ്? 20,000 അല്ല 2000. അപ്പോൾ 2000 വാല്യൂ ഇവിടേക്ക് സേവ് ചെയ്തു. അപ്പോൾ ടെമ്പ് ഇനി പോയിൻ്റ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് നോഡിലേക്കാണ്. ഓക്കെ, എന്താണ്? വൈൽ കണ്ടീഷനാണ്. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിലേക്ക് പിന്നെയും തിരിച്ചിങ്ങോട്ട് തന്നെ വരും. വൈൽ ലൂപ്പ് അല്ലേ, വൈൽ ലൂപ്പ് ആയതുകൊണ്ട് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. സോ ബ്രാക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ തിരിച്ച് കണ്ടീഷനിൽ എങ്ങനെ തിരിച്ച് വരും. എന്താണ്? എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ടെമ്പ് നെസ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതല്ല ഇങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തേക്കുന്നത്. ടെമ്പ് നെസ്റ്റ്, അതായത് ടെമ്പ് നെസ്റ്റ് ആണ് നള്ളാണ്, നോട്ട് ഈക്വൽ ടു അല്ല, ഈക്വൽ ടു നള്ളാണ്. സോ കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ ഇനി എന്താണ്? ലൂപ്പിലേക്ക് പോകില്ല, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ടെമ്പ് നെസ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. ടെമ്പ് നെസ്റ്റ് അതായത് ഈ ഫീൽഡ് എന്തായിട്ട് സെറ്റ് ചെയ്തു? ന്യൂ നോഡിൻ്റെ അഡ്രസ്സ്. ന്യൂ നോഡ് എന്നാണ് 3000. അപ്പോൾ എന്താണ്? ടെമ്പ് നെസ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് എന്നാൽ ഇവിടെ 3000 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്യും. 3000 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടൊരു ലിങ്ക് വന്നു. ഓക്കെ, അതോട് കൂടിയിട്ട് ആ പ്രോസസ്സ് കഴിഞ്ഞു. എന്താണ്? ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് പ്രിൻ്റ് ഓഫ് നോഡ് ഈസ് ഇൻസേർട്ടഡ് എന്നുള്ളൊരു വാല്യൂ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് സി പ്രോഗ്രാം. ഈ സി പ്രോഗ്രാം നിങ്ങൾ ലാബിന് കൂടി ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സിക്യൂട്ട് ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്തായാലും നിങ്ങളെ തിയറി എക്സാമിനേഷന് വേണ്ടിയിട്ട് അൽഗോരിതം നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, താങ്ക് യു.